വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുനെ സ്വർണ്ണ കവർച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഗുരുതര ആരോപണവുമായി ബാലഭാസ്കറിന്റെ പിതാവ് ഉണ്ണി. തന്റെ മകനെ കൊലപ്പെടുത്തിയതാണെന്ന് ഉറപ്പാണെന്നും CBI ഉൾപ്പെടെ അന്വേഷിച്ചിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അർജുൻ മുൻപ് ഒരു ATM കവർച്ച കേസിലും മോഷണക്കേസിലും പ്രതിയായിരുന്നു. ബാലഭാസ്കറിന്റെ മരണശേഷമാണ് ഇത് ഞങ്ങൾ അറിയുന്നത്. ബാലഭാസ്കർ മരിച്ച സമയത്ത് വാഹനമോടിച്ചിരുന്നത് താനല്ലെന്നും അതിനാൽ 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ട് അർജുൻ MACTയിൽ കേസ് കൊടുത്തിരുന്നു. മരണത്തിൽ CBI അന്വേഷണം നടത്തിയെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് കേട്ടുകേൾവി മാത്രമാണുള്ളത്. എവിടെയും തൊടാത്ത റിപ്പോർട്ടാണ് CBI കോടതിയിൽ നൽകിയതെന്നാണ് അറിഞ്ഞത്. കള്ളക്കടത്ത് സംഘത്തെ രക്ഷിക്കാനാണ് അന്വേഷണ സംഘങ്ങൾ ശ്രമിക്കുന്നത്. CBI പോലും അവരുടെ സ്വാധീനത്തിന് വഴങ്ങി. സ്വർണ്ണക്കടത്ത് സംഘമാണ് ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയത്. വിഷ്ണു, തമ്പി തുടങ്ങിയ ആളുകളാണ് ഇതിന് പിന്നിൽ. കുറച്ചു കാലം ഇവർ ജയിലിലായിരുന്നു. പണം ഞങ്ങൾ തരും. പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി. രാമൻ പിള്ളയാണ് ഇവർക്കു വേണ്ടി കേസ് നടത്തുന്നത്. സ്വർണ്ണക്കടത്ത് പോലുള്ള സംഭവങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇവരെല്ലാം വലിയ പിടിപാടുള്ള ആളുകളാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വീട്ടിലേക്ക് പോകുകയായിരുന്ന ജുവല്ലറി ഉടമകളെ പെരിന്തൽമണ്ണയിൽ വെച്ച് ആക്രമിച്ച് 3.5 കിലോ സ്വർണം അർജുൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കവർന്നത്. ആസൂത്രിതമായി നടന്ന വൻ കവർച്ചയിൽ നേരത്തെ 13 പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു. പെരിന്തൽമണ്ണയിൽ ജുവല്ലറി ഉടമകളായ സഹോദരങ്ങളെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ പ്രതിയായ അർജുൻ തന്നെയാണ് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിന് കാരണമായ കാർ ഓടിച്ച ഡ്രൈവർ എന്നും പറയുന്നു. പാട്ടുരക്കൽ സ്വദേശി കുറിയേടത്ത് മനയിൽ അർജുനാണ് പെരിന്തൽമണ്ണ കവർച്ചാ കേസിൽ പിടിയിലായത്. ഇയാളടക്കം 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കവർച്ചാ സ്വർണം വിൽക്കാൻ സഹായിച്ചവരുടെ കൂട്ടത്തിലാണ് അർജുനെ പ്രതി ചേർത്തിരിക്കുന്നത്. ബാലഭാസ്കറിന്റെ അപകടമുണ്ടായ സമയത്ത് കാർ ഓടിച്ചിരുന്നത് ഡ്രൈവറായിരുന്ന അർജുനാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അർജുന് തലക്ക് പരിക്കേറ്റത് മുൻ സീറ്റിൽ ഇരുന്നതിനാലാണെന്നായിരുന്നു ഫോറൻസിക് പരിശോധനാ ഫലം. ബാലഭാസ്കർ പിൻസീറ്റിൽ മധ്യഭാഗത്തായിരുന്നു ഇരുന്നതെന്നും വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നത് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി മാത്രമായിരുന്നുവെന്നും ഫോറൻസിക് അന്വേഷണത്തിൽ കണ്ടെത്തി. അപകടമുണ്ടായപ്പോൾ കാർ അമിത വേഗതയിലായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇയാൾ താനല്ല വാഹനമോടിച്ചതെന്ന് കോടതിയിൽ മൊഴി മാറ്റുകയായിരുന്നു. 6 വർഷമായിട്ടും ബാലുവിന്റെ മരണത്തിന് പിന്നിലെ നിഗൂഢത ഇന്നും അവശേഷിക്കുകയാണ്. സ്വാഭാവിക കാറപകടമെന്ന് പോലീസും ക്രൈംബ്രാഞ്ചും CBIയും എഴുതിത്തള്ളിയെങ്കിലും പിതാവ് KC ഉണ്ണി ഹൈക്കോടതിയെ സമീപിച്ച് മരണത്തിന് സ്വർണ്ണക്കടത്തുമായോ അതിൻ്റെ ഭാഗമായുള്ള ഗൂഢാലോചനമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കാൻ ഉത്തരവ് നേടിയിരുന്നു. തുടക്കത്തിൽ സാധാരണ കാറപകടമെന്നായിരുന്നു കരുതിയത്. ബാലുവിൻ്റെ സുഹൃത്തുക്കളും മാനേജർമാരും സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായതോടെയാണ് ബന്ധുക്കൾക്ക് സംശയമുണ്ടായതും അന്വേഷണം CBIക്ക് വിട്ടതും. ബാലുവിൻ്റെ ഗ്രൂപ്പംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സ്വർണ്ണക്കടത്തും ദുരൂഹമായ പണമിടപാടുകളും സംശയകരമായ മൊഴികളുമെല്ലാം പുനരന്വേഷിക്കുകയാണ് CBIയുടെ 2ാം സംഘം. എന്നാൽ ബാലുവുമായുള്ള ബന്ധം സുഹൃത്തുക്കൾ സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചില്ലെന്നാണ് CBIയുടെ ആദ്യാന്വേഷണത്തിലെ നിഗമനം.